സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ, ആശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പലരിലും ദൈവാശ്രയത്തിന് കുറവ് വരാറുണ്ട്. കാര്യങ്ങൾ എളുപ്പം സാധിക്കണമെന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ആവശ്യത്തിന്മേൽ കരുനിഴൽ വീഴുവാൻ ആരും ഒരു നാളും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ മാത്രം നോക്കി നിന്നാൽ കാര്യങ്ങൾ ചിലപ്പോൾ അവതാളത്തിലാകും എന്ന് മനസ്സ് മന്ത്രിക്കും. ഉടനെ മനസ്സിൻ്റെ ചൊൽപ്പടിക്ക് വിധേയമായി വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ആശ്രയസ്ഥാനങ്ങളെ തേടി ഓടുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും കണ്ടെത്തുന്ന ആശ്രയം നിരാശയിൽ പതിപ്പിക്കുകയും ചെയ്യും. ഇത്തരുണത്തിൽ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 118:8-9 വാക്യങ്ങൾ. എന്തുകൊണ്ട് പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കരുത്? അവർക്കാർക്കും സഹായിപ്പാൻ കഴിയില്ല എന്ന സങ്കീർത്തനം 146:3 പറയുന്നത്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ച യോനയെ കപ്പൽക്കാർ കടലിൽ എറിയുകയും ഒരു മത്സ്യം അവനെ വിഴുങ്ങുകയും ചെയ്തു എന്ന് യോനയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന യോനയ്ക്ക് രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. ഒടുക്കം യോന തൻ്റെ ആശ്രയം യഹോവയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. യോനയുടെ പ്രാർത്ഥനയാണ് യോന 2-ാം അധ്യായം. അവസാനം യോന പറഞ്ഞു, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. തുടർന്ന് യോനയെ മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചു എന്ന ഇവിടെ പറയുന്നത്. എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, ആരുടെയും സഹായം ലഭിക്കാതെ വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുമെങ്കിൽ നമ്മെ സഹായിപ്പാൻ ഒരു കർത്താവുണ്ട്. അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അവനിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. ധാരാളം ആശ്വാസഗീതങ്ങൾ എഴുതിയ വ്യക്തിയാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. പ്രതികൂലങ്ങളുടെ മധ്യേ കടന്നുപോയ താൻ പലപ്പോഴും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. തനിക്ക് ഒരിക്കൽ അസുഖം ബാധിച്ച് കാലിൽ നീരുവെച്ച് കാലിൽ പുരട്ടുവാൻ കുഴമ്പ് പോലും വാങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ വേദനിക്കുന്നു. രാത്രി മുഴുവൻ വളരെ വേദന അനുഭവിച്ചു. രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്ന ആശ്വാസഗാനത്തിൻ്റെ ആദ്യ 6 വരികൾ കർത്താവ് നൽകി. പിന്നീട് വീട്ടിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ തൻ്റെ ഒരു ബന്ധു ദൂരെ നിന്നും വരുന്നത് കണ്ടു. ഉപദേശിയുടെ ബന്ധു സാമ്പത്തികമായി അല്പം സൗകര്യമുള്ള വ്യക്തിയായിരുന്നു. വീട്ടിലേക്ക് വന്നാൽ അല്പം പണം ചോദിക്കണം എന്ന് ഉപദേശി ചിന്തിച്ചു. പക്ഷേ തൻ്റെ ബന്ധു ഉപദേശിയെ കാണാത്ത മറ്റിൽ പടിക്കൽ കൂടി നടന്നു മാറി. തന്നെ വളരെയധികം വേദനിപ്പിച്ച അനുഭവമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കി, എന്നെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ ഞാൻ എന്തിനാശ്രയിക്കുന്നു? എന്നെ സഹായിപ്പാൻ സ്വർഗത്തിൽ എൻ്റെ ദൈവമുണ്ടല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുയർത്തി. ഉടൻ താൻ 6 വരികൾ എഴുതി മാറ്റിവെച്ച പാട്ടിൻ്റെ തുടർച്ചയായി ഉപദേശി ഇങ്ങനെ പാടി: ആരും സഹായമില്ലെല്ലാവരും
പാരിൽ കണ്ടും കാണാതെയും പോയിടുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമായി. അതെ, കഷ്ടതയിലും പരിശോധനയിലും സഹായിപ്പാൻ കഴിയുന്നവൻ സ്വർഗത്തിൽ ഉള്ളപ്പോൾ നാം എന്തിനു ഭാരപ്പെടുന്നു? യഥാർത്ഥമായി ആശ്രയിക്കുവാൻ മതിയായവൻ ഒരുവൻ മാത്രം, അത് യേശുക്രിസ്തു മാത്രമാണ്. അവൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവരാരും തന്നെ ഒരിക്കലും ലജ്ജിതരായി തീർന്നിട്ടില്ല. അതേ, അവർക്ക് ദൈവം സഹായകനായി അവരുടെ വലത്തുഭാഗത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ദൈവത്തിൽ നമ്മളുടെ പൂർണ്ണ ആശ്രയം നമുക്ക് വെക്കാം. അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാ പ്രവചനം 59-ാമത്തെ 1-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ കഷ്ടതയിലും വേദനയിലും നല്ല സഹായകനായി സഖിയായി സ്വർഗത്തിൽ നീ ഉള്ളതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാ ഭാരങ്ങളും ചുമക്കും